വയനാട് ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ട 50 കുടുംബങ്ങളെ നാഷണൽ ലീഗ് പുനരധിവസിപ്പിക്കുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടമായി മേപ്പാടി കുന്നംപൊറ്റയിൽ 8 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. സർക്കാർ പുനരധിവാസ പദ്ധതിക്ക് അനുബന്ധമായി തങ്ങളുടെ പ്രവർത്തനം തുടരുമെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ വഹാബ് 24നോട് പറഞ്ഞു. മഹാദുരന്തത്തെ അതിജീവിച്ചവർ, കിടപ്പാടമടക്കം സർവ്വതും നഷ്ടപ്പെട്ടവർ, അക്കൂട്ടത്തിൽ 50 കുടുംബങ്ങളെയാണ് നാഷണൽ ലീഗ് പുനരധിവസിപ്പിക്കുന്നത്. വീട്ടുവാടകയടക്കം 1 വർഷത്തേക്ക് കുടുംബത്തിന്റെ എല്ലാ ചെലവും പാർട്ടി വഹിക്കും. ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധന സാമഗ്രികളും വസ്ത്രങ്ങളുമെല്ലാം ഉറപ്പുവരുത്തും. ആദ്യഘട്ടമായി മേപ്പാടിക്കു സമീപം കുന്നംപൊറ്റയിലെ ഫ്ളാറ്റിൽ 8 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. നാഷണൽ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ അബ്ദുൽ വഹാബ് പുനരധിവാസ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പാലുകാച്ചൽ ഉൾപ്പെടെയുള്ള സംഗതികളിൽ അവരെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നത് എന്താണോ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പൂർണ്ണമായി ഫർണിഷ് ചെയ്ത ഫ്ളാറ്റിൽ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് ചൂരൽമല സ്വദേശി ഗീതു. ഇവിടെ വന്നപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വീട്ടിൽ എങ്ങനെയാണോ കയറി താമസിക്കേണ്ടത് അത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവരെല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അവരുടെ അടുത്തൊക്കെ വളരെയധികം നന്ദിയാണ് പറയാനുള്ളത്. പാലവയലിൽ 6 കുടുംബങ്ങളെയും ചുങ്കത്തറയിൽ 20 കുടുംബങ്ങളെയും അടുത്ത ദിവസങ്ങളിൽ പുനരധിവസിപ്പിക്കും. ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 24 വയനാട്.